ഗൗതം, ഈ പേട്ട തുള്ളുന്ന സമയത്ത് ഭക്തരൊക്കെ മുഖത്തും ദേഹത്തൊക്കെ ചായം പൂശാറുണ്ടല്ലോ, പലതരം വർണ്ണങ്ങൾ വെച്ച്. അപ്പോൾ അതിൽ രാസവസ്തു അടങ്ങിയിട്ടുണ്ട് എന്ന വാർത്ത ജനം ടി വി തന്നെ പല ഘട്ടത്തിൽ നമ്മൾ തന്നെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ മുമ്പാകെ എത്തിച്ചിട്ടുണ്ട്. അങ്ങനെ ആ കുങ്കുമം ഇനി വിൽപ്പനയ്ക്ക് നടത്തണ്ട എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. എരുമേലിയിൽ പേട്ടതുള്ളലിനോടനുബന്ധിച്ച് രാസവസ്തു അടങ്ങിയ കുങ്കുമം വിൽക്കുന്നതിലാണ് ഈ നടപടി ഉണ്ടായിരിക്കുന്നത്. ശരീരത്തിൽ പറ്റിപ്പിടിക്കുന്ന ഇത്തരം കുങ്കുമം കഴുകിക്കളയാൻ വലിയ ബുദ്ധിമുട്ടായതിനാൽ രാസവസ്തു അടങ്ങിയ കുങ്കുമം വിൽപ്പന തടയണം. പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിന്റെ ഭാഗം കൂടിയാണ് ഈ നടപടിയെന്ന് കോടതി പറഞ്ഞിരിക്കുന്നു. ഗൗതം, രേഷ്മ ബാബു ചേരുകയാണ്. രേഷ്മ, കഴിഞ്ഞ ദിവസം ഈ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡിനെ രൂക്ഷ ഭാഷയിൽ വിമർശിച്ച ഹൈക്കോടതി ഇപ്പോൾ ഈ ശബരിമലയുമായി ബന്ധപ്പെട്ടുള്ള ആചാര പദ്ധതികളിലേക്ക് കൂടി ഒരു ഇടപെടൽ നടത്തിയിരിക്കുകയാണല്ലോ. പറയൂ രേഷ്മ, എന്തൊക്കെയാണ് ഈ കോടതിയുടെ നിരീക്ഷണങ്ങൾ? നട തുറക്കാനിരിക്കുന്ന അതേ ഘട്ടത്തിൽ അവിടുത്തെ സൗകര്യങ്ങളൊക്കെ തന്നെ വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ട് ഹൈക്കോടതി SOCR, അതായത് നേരത്തെ ശബരിമല സ്പെഷ്യൽ കമ്മീഷൻ നൽകിയിട്ടുള്ള റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സ്വമേധയാ എടുത്തിട്ടുള്ള ഹർജികളൊക്കെ തന്നെ പരിഗണിക്കാറുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഒരു ഹർജി പരിഗണിച്ച സമയത്താണ് എരുമേലിയിൽ രാസവസ്തു അടങ്ങിയ കുങ്കുമം വിൽപ്പന തുടരുന്നുണ്ട്, അതിൽ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. അതായത് എരുമേലിയിൽ പേട്ടതുള്ളലിനോടനുബന്ധിച്ച് രാസവസ്തുക്കൾ അടങ്ങിയ കുങ്കുമം അത് വിൽപ്പന നടത്തുന്നതായിട്ടാണ് ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതി അറിയിച്ചിട്ടുള്ളത്. അതിൽ കൃത്യമായിട്ട് അധികൃതർ ഈ ഒരു വിൽപ്പന തടയാനായിട്ടുള്ള എല്ലാ നടപടികളും സ്വീകരിക്കണമെന്നുള്ളതാണ് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് നിലവിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനടക്കം നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ശരീരത്തിൽ പറ്റിപ്പിടിക്കുന്ന ഇത്തരം കുങ്കുമം അത് കഴുകിക്കളയാൻ വലിയ ബുദ്ധിമുട്ടാണ്. അത് ശാരീരികമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ തന്നെ ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് സംബന്ധിച്ചുള്ള പരാതികളും അത് സംബന്ധിച്ച വാർത്തകളും ഒക്കെ തന്നെ നേരത്തെ ജനം ടി വി പുറത്തുവിട്ടതാണ്. പക്ഷെ അതിൽ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തുവാനോ ഈ വിൽപ്പന നിയന്ത്രിക്കുവാനോ അല്ലെങ്കിൽ അത് തടയുവാനായിട്ടുള്ള നടപടികളൊന്നും തന്നെ ബന്ധപ്പെട്ട അധികൃതർ സ്വീകരിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഹൈക്കോടതി ഈ വിഷയത്തിൽ കാര്യക്ഷമമായിട്ട് ഇടപെട്ടിരിക്കുന്നത്. എന്തായാലും ഈ രാസവസ്തു അടങ്ങിയിട്ടുള്ള കുങ്കുമം അത് വിൽപ്പന തടഞ്ഞുകൊണ്ട് അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും സ്വീകരിക്കാനായിട്ടാണ് നിലവിൽ ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുള്ളത്. പാരിസ്ഥിതിക പ്രശ്നങ്ങൾ അടക്കം ഈ ഒരു കുങ്കുമം ഉപയോഗിക്കുന്നതിലൂടെ ഉണ്ടാകുന്നുണ്ട്. അത് ഒഴിവാക്കുക എന്നുള്ള ലക്ഷ്യം കൂടി ഇക്കാര്യത്തിൽ ഉണ്ട് എന്നാണ് ജസ്റ്റിസ് രാജാ വിജയരാഘവൻ അധ്യക്ഷനായിട്ടുള്ള ഡിവിഷൻ ബെഞ്ച് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ദേവസ്വം ബോർഡും അതോടൊപ്പം തന്നെ മറ്റ് അധികൃതരും ഈ എരുമേലി പേട്ടതുള്ളലിനോടനുബന്ധിച്ച് ഈ രാസവസ്തുക്കൾ അടങ്ങിയ കുങ്കുമം അത് ഉപയോഗിക്കുന്നുണ്ടോ എന്നും അതിന്റെ വിൽപ്പന തുടരുന്നുണ്ടോ എന്നും ഒരു കാര്യം ചോദിച്ചോട്ടെ. നേരത്തെ കുറച്ചു മുമ്പ് രേഷ്മ തന്നെ പങ്കുവച്ചൊരു വാർത്തയുണ്ട്. ഈ കാനനപാത ഒന്ന് നേരത്തെ തുറക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു ആവശ്യം വരികയാണ്. മാത്യു കുളനാടനെ പോലെയുള്ള ഒരാൾ വഴിയാണ് ഈ ഒരു ആവശ്യം ഒരു ഭക്തർ ഉന്നയിക്കുന്നത്. അപ്പം ബഹുമാനപ്പെട്ട കോടതി ആ വിഷയത്തിൽ കൃത്യമായി തന്നെ ഇടപെടൽ നടത്തിയിട്ടുണ്ട്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഭക്തരെ സംബന്ധിച്ചിടത്തോളം ഈ രീതിയിലുള്ള എല്ലാ ക്രമക്കേടുകളിലും ഇങ്ങനെയുള്ള മനോഭാവങ്ങൾക്കൊക്കെ ഫലപ്രദമായി തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഇടപെടൽ അത് മാത്രമേ ഒരു ഇപ്പോൾ പ്രതീക്ഷിക്കാൻ വകയുള്ളൂ, അല്ലേ? അതെ, ശബരിമലയുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് ഒരു മേൽനോട്ടം ഹൈക്കോടതി സ്വീകരിക്കാറുണ്ട്. കൃത്യമായിട്ട് ശബരിമലയിൽ നട തുറക്കുന്ന സമയമാണെങ്കിലും മണ്ഡലകാല സീസൺ ആരംഭിക്കുന്ന സമയത്താണെങ്കിലും ഇടത്താവളങ്ങളിലെ സൗകര്യങ്ങൾ, അതോടൊപ്പം തന്നെ എരുമേലിയിലെ അടക്കമുള്ള സൗകര്യങ്ങൾ, ഇതൊക്കെ തന്നെ ഹൈക്കോടതി വിലയിരുത്തും. ഇന്നൊരു ഹർജി പ്രധാനമായിട്ടും വന്നത് ഒരു ശ്യാമോഹൻ എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹം നിലവിൽ 17-ാം തീയതി ശബരിമലയിൽ ദർശനത്തിനായിട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് 15-ാം തീയതി അവിടെ എത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നേരത്തെ കാനനപാത തുറക്കണമെന്നുള്ള ഒരു ആവശ്യം മുൻനിർത്തിക്കൊണ്ടാണ് അദ്ദേഹം ഒരു ഹർജിയുമായിട്ട് ഹൈക്കോടതിയെ സമീപിച്ചത്. അതിന്റെ ഹർജിക്കാരന്റെ അഭിഭാഷകൻ എന്ന് പറയുന്നത് മാത്യു കുഴൽനാടനാണ്. മാത്യു കുഴൽനാടൻ ഈ ഒരു കാനനപാത എത്രയും വേഗം മുൻകൂറായിട്ട് തന്നെ തുറക്കണമെന്നുള്ളൊരു ആവശ്യം ഹൈക്കോടതി മുന്നോട്ട് വെച്ചു. പക്ഷെ അത് ഒരു തരത്തിലും ഹൈക്കോടതി അംഗീകരിച്ചില്ല. പകരം മാത്യു കുഴൽനാടനെ വിമർശിക്കുക കൂടി ചെയ്തിട്ടുണ്ട്. അതായത് മാത്യു കുഴൽനാടനെ പോലുള്ള ഒരു വ്യക്തി ഹർജിയുമായിട്ട് വരുമ്പോൾ എല്ലാ വശങ്ങളും പഠിച്ചിരിക്കണം. കാരണം ഈ കാനനപാത തുറക്കുമെന്ന് പറയുന്നത് ഡൽഹിയിലേക്ക് യാത്ര പോകുന്ന പോലെയല്ല. കാനനപാതയിലെ അവിടുത്തെ കാലാവസ്ഥ, അതോടൊപ്പം തന്നെ മറ്റ് ഘടകങ്ങൾ, ഇതൊക്കെ തന്നെ പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് കാനനപാത തുറക്കുന്ന കാര്യത്തിൽ ദേവസ്വം ബോർഡ് സാധാരണ രീതിയിൽ ഒരു തീരുമാനം കൈക്കൊള്ളുക. അത് നേരത്തെ തന്നെ ഹൈക്കോടതി അറിയിച്ച് അനുമതിയൊക്കെ തന്നെ തേടും. 17-ാം തീയതി മാത്രമേ കാനനപാത തുറക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ എന്നാണ് ദേവസ്വം ബോർഡ് അറിയിച്ചത്. പക്ഷേ ഈ പറയുന്ന ഹർജിക്കാരന് 17-ന് മുൻപ് തന്നെ കാനനപാത തുറന്നു നൽകണമെന്നുള്ളതായിരുന്നു ആവശ്യം. അത് അംഗീകരിക്കാൻ സാധിക്കില്ല എന്നാണ് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത്. എന്തായാലും കൃത്യമായിട്ട് ഹൈക്കോടതിയുടെ അനുമതിയൊക്കെ നേടിയെടുത്തതിന് ശേഷം മാത്രമേ കാനനപാതയാണെങ്കിലും ഒക്കെ ദേവസ്വം ബോർഡ് തുറന്നു നൽകുകയുള്ളൂ. 17-ാം തീയതിയാണ് ഈ ഒരു
കാനനപാത തുറക്കുന്ന സമയമായിട്ട് നിലവിൽ ഹൈക്കോടതിയിൽ ദേവസ്വം ബോർഡ് വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ഈ രണ്ട് കേസുകളിലും ഹൈക്കോടതി എടുത്തിട്ടുള്ള നിലപാടുകൾ അഭിനന്ദനാർഹം തന്നെയാണ്. എരുമേലിയിൽ പേട്ടതുള്ളലിന്റെ സമയത്ത് യാതൊരു തരത്തിലും രാസവസ്തുക്കൾ അടങ്ങിയ കുങ്കുമം ഉപയോഗിക്കാൻ പാടില്ല. അത് വിൽപ്പന നടത്തുന്ന ആളുകൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനായിട്ടാണ് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. Yes.